നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു ചെടിയാണ് നമ്മുടെ കാശിത്തുമ്പ അല്ലെങ്കിൽ ബാൽസം എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ സിംഗിൾ പെറ്റൽസ് ആയിട്ട്, അതായത് ഇതുപോലെ അടുക്കടുക്കായിട്ടുള്ളതല്ല, അല്ലാത്ത ഒത്തിരി ബാൽസം ചെടി ഉണ്ടായിരുന്നു. അത് ഓണത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കൂടുതലും വളർത്തിയിട്ട് പൂക്കളിടാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് ലിജിനയുടെ എന്ന് വാങ്ങിയ വിത്തുകൾ, മിക്സഡ് വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി കളറുകൾ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ കാണുന്ന കളറുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ലിജിൻ്റെ നിന്ന് വിത്ത് മേടിച്ചിട്ടവർക്കൊക്കെ എനിക്ക് തോന്നുന്നു കാശിത്തുമ്പ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതേ ഏത് സീസണിലും നമുക്ക് മഴക്കാലത്തായിക്കോട്ടെ വേനൽക്കാലത്തായിക്കോട്ടെ പൂക്കൾ തരുന്നതുകൊണ്ട് തന്നെ ഞാനിത് കളയില്ല കേട്ടോ. ഇതുപോലെ മനോഹരമായിട്ട് ചെടിച്ചട്ടിയിൽ തന്നെയാണ് വളർത്തുന്നത്. ഇപ്പോൾ ചെടിച്ചട്ടി കുറവായപ്പോൾ ഞാൻ കുറച്ച് പാകി പുളപ്പിച്ച വിത്തുകൾ തൈകൾ വന്നപ്പോൾ അത് താഴെ നട്ടിട്ടോ. നമുക്ക് മണ്ണിൽ നടുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തായിട്ടും അതുപോലെ നല്ല പൂക്കൾ കൂടുതൽ കിട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അത്യാവശ്യം വെയിൽ വേണം, എന്നാൽ കൂടുതൽ സമയം ഒരു ഫുൾ ദിവസത്തെ വെയിൽ ഇവയ്ക്ക് ബുദ്ധിമുട്ടാണ്. ചെടി പെട്ടെന്ന് വാടിപ്പോവും. പിന്നെ ഒരു അധികം വളവും അധികം മണ്ണൊന്നും വേണ്ടെങ്കിലും നന കുറച്ച് കൊടുക്കണം. ഡെയിലി നനച്ചില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വാടി നിൽക്കും. ഇപ്പോൾ വേനൽക്കാലം കൂടിയാണല്ലോ. നമ്മുടെ മറ്റൊരു വെരിഗേറ്റഡ് സുന്ദരി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളത് ഇതുപോലെ കമ്പി റിങ്ങിൽ പടർത്തിയേക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇത് മേടിച്ചപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പേര് മറന്നു കേട്ടോ. ഇത് കാണുന്നവരാരെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ 2 കളറാണ് ഒരു ചട്ടിയിൽ നട്ടത്. അതിൽ ഒരെണ്ണത്തിൽ പൂവായി വരുന്നുള്ളൂ. അതൊരു നല്ല പിങ്ക് കളറാണ് കേട്ടോ. ഇത് നല്ലൊരു ഗോൾഡൻ യെല്ലോ. ഇപ്പം നമ്മുടെ ചെടികളിലൊക്കെ പൂക്കളായി വരുന്നു. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പൂക്കൾക്ക് വേണ്ടിയിട്ട് ചെടികളെല്ലാം ഒരുക്കിയേക്കാണ് എന്ന് വിചാരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ പൂവില്ലെങ്കിലും നമുക്ക് വെരിഗേറ്റഡ് ലീഫ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. ഇപ്പോൾ ബോഗൻവില്ലകളെല്ലാം പൂക്കൾക്ക് വേണ്ടി ഇപ്പോൾ രാസവളങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ജൈവവളത്തിനും കൂടുതൽ 18 പോലെയുള്ള വളങ്ങളാണ്, അല്ലെങ്കിൽ 19 പോലെയുള്ള വളങ്ങളാണ് നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കേണ്ടതും 2 നേരം നനയ്ക്കേണ്ടതും. പിന്നെ വേറൊരു കാര്യം, നല്ല വെയിലുള്ളിടത്ത് വയ്ക്കുക. മാത്രവുമല്ല അധികം വെള്ളം കൂടിയാലും പൂ ഉണ്ടാവാനായിട്ട് മടിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ. ചില്ലി റെഡും അതുപോലെ തന്നെ റൂബി റെഡും ആണ് നമ്മൾ ഇപ്പോൾ അരയനത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പൂക്കളായി വരുന്നേ ഉള്ളൂ, എല്ലാം മുട്ടിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ അരയനും നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഭംഗിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂവായ ബോഗൻവില്ലകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഊഞ്ഞാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. ക്രിസ വയലറ്റ് എന്ന് പറയില്ല, ഒരു ലാവൻഡർ കളറ്. അത് ഇതുപോലെ പൂത്ത് നിറഞ്ഞു തുടങ്ങി കേട്ടോ.